എടാ ഈ പാവം പിടിച്ച് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നയാ. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. അതിനൊരു ഒരു അന്തസ്സുണ്ട്. അവസാനം കർഷകൻ കണ്ണീരോടെ നിൽക്കേണ്ടി വരുന്ന, കർഷകൻ ആത്മഹത്യ ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാവലും പിന്നെ ചീരയൊക്കെ ഉള്ള സ്ഥലം അല്ലയോ? അതെ അതെ, ഇവിടെ പാവല് ചീര, ഇടവിള ചീര, പാവലൊക്കെ ഇങ്ങനെ പറിക്കാറായി കിടക്കുക. ആണോ ഇത്? ഇവിടെ നമ്മുടെ വിളവെടുക്കാൻ വേണ്ടിയും നമ്മൾ ഇതിനെ ഇങ്ങനെ മാറ്റിയിട്ടേക്കല്ലയോ? ഈ വിത്തനല്ലേ നമ്മൾ എടുക്കുന്നത്? എന്തോ അത് വിത്തിന്. ഇതിന് പരിചരണം എന്തൊക്കെയാ കൊടുക്കേണ്ട? ഒരു പാവലിന് മെയിനായിട്ടും വെള്ളമാണ് പരിചരണം. സാധാരണ ഭയങ്കര പച്ച കളർ പാവയ്ക്കൊക്കെ നമുക്ക് കാണും. അമിതമായിട്ടുള്ള രാസവളത്തിലല്ലേ അതൊക്കെ ഉണ്ടാവുന്നില്ല. ഇതിന്റെ കളർ നോക്ക്, എന്നിട്ട് ഈ കളറൊക്കെ നോക്ക്. ഇത് കാണുമ്പോൾ തന്നെ പച്ചയ്ക്ക് അടിച്ചു പോയി തിന്നാൻ നമുക്ക് തോന്നും. ആ മാതിരി സാധനമായതില്ല. അപ്പോൾ നമ്മൾ ഇത് ഇത് പാവൽ തൈ നട്ട് അത് കിളിച്ച് എത്രാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും? 55 ദിവസം എടുക്കും. 55 ദിവസം വരെ എത്ര മാസം വരെ കിട്ടും നമുക്ക്? 3 മാസം. 3 മാസം. ഈ 3 മാസം വിളവെടുക്കാൻ പറ്റും. 3 മാസം വിളവെടുക്കും. 55 ദിവസം രാസവളം ചെയ്യാതിരുന്നാൽ 3 മാസവും എടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ രാജേട്ടൻ ഏതൊക്കെ പറിച്ച്. രാജേട്ടൻ ഇവിടെ എന്താ പരിപാടി? പാവലിനെങ്ങനെ നോക്കുമല്ലയോ? ഉണ്ട്. പക്ഷേ നല്ല മുറ്റു സാധനമാണ് കേട്ടോ. ഇത് പുതിയ പാവലല്ലയോ? തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഉണ്ടല്ലയോ? രാജേട്ടനാണ് നജീബിന്റെ ഒരു സന്തത സഹചാരി. ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എപ്പിച്ചേക്കുന്നത്. ഇവിടെ എത്ര മൂട് പാവലുണ്ട് നമുക്ക് മൊത്തത്തിൽ? 120 കൂടെ ഉള്ളൂ. മൊത്തത്തിൽ ഇടുവാണെങ്കിൽ 400 മൂട് ഉണ്ടല്ലയോ? അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കൂട്ടോട്ടൊക്കെ നിൽപ്പുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? അപ്പോൾ നമുക്കിത് ശരിക്കും ഒരു 55 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവ് എടുക്കാൻ പറ്റും. ഈ 55 ദിവസം മുതൽ നമുക്ക് 3 മാസം നമുക്ക് വിളവ് എടുക്കാം. ഇടയായിട്ട് നമ്മൾ ഇവിടെ ചീര നട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം നിങ്ങൾ ഇതിൻ്റെ വിത്തെടുക്കാൻ വേണ്ടി ആയിട്ടേക്കുന്നില്ലയോ? അതുകൊണ്ട് നോക്ക്, നല്ല നമ്മൾ പറയത്തില്ലേ, നല്ല ചുമക്കണം പറഞ്ഞാൽ നല്ല മഞ്ഞ അടിച്ച് നല്ല സെറ്റായിട്ട് നിൽക്കുന്ന. ഇത് നമ്മുടെ ഇതുണ്ട്. ഇതിൻ്റെ കളർ ഉണ്ട്. സാധാരണ നമുക്ക് ഈ രാസവള പ്രയോഗമാണെങ്കിൽ ഈ കളറിൽ നമുക്ക് കിട്ടത്തില്ല. മണം തന്നെ ഒരു വല്ലാത്ത മണം തന്നെ. ഇത് വളമിടുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ചുവട്ടിലാണോ ദൂരെയാണോ ഇടുന്നത്? ദൂരെ ഇടുന്നത്. എത്ര നേരത്തെ ഇത് ഒരു വെള്ളം കോരും? രാവിലെയും വൈകിട്ടുമോ? ഇല്ല, രാവിലെ നമ്മൾ ഒരു 11 മണി, രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ ഒന്ന് കോരി കൊടുക്കും. പിന്നെ വൈകുന്നേരം കയറിപ്പോകാൻ നേരത്തെ ഒരു ചെറുതായിട്ടൊന്നും കൂടെ ചെയ്ത് കൊടുക്കും. 2 നേരം വെള്ളം കൂടെ. പ്രത്യേകിച്ച് നമ്മുടെ പുല്ലൂരിലെ ചൂട് അതിരിക്കട്ടെ. ഇവിടെ ഈ കള്ളന്മാരുടെ ശല്യം വല്ലതും ഉണ്ട്? സാധാരണ എല്ലാ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം 2. ഒന്ന് കാട്ടുപന്നി, പിന്നെ നാട്ടിലെ കള്ളന്മാർ. പന്നിയുണ്ട്. കള്ളന്മാരുടെ ശല്യം വല്ലതും ഉണ്ട്? പാവക്കയോ കഴിഞ്ഞ പ്രാവശ്യം 2 തവണ ഫുള്ള് പറിച്ചോണ്ട് വെക്കണം. അയ്യോ എടാ, മുതുകള്ളന്മാരെ. എടാ ഈ പാവം പിടിച്ച് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നയാ. അത് ചോര നീരാക്കി കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പാവ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഇവിടെ വന്ന് 2 വാള വെള്ളം തേവി കൊടു. പൈസ തരും ആ പാവം പിടിച്ചു പോയി. അതിനൊരു അന്തസ്സുണ്ട് കേട്ടോ. ഇത് ഈ അടിച്ചുകൊണ്ട് പോയ കള്ളന്മാർക്ക് വേണ്ടി, ഈ കർഷകന്മാരുടെ വിള നശിപ്പിക്കുന്ന വിളകൾ അടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാർക്ക് വേണ്ടി പറഞ്ഞത്, ദയവ് ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഈ മാതിരി പാവങ്ങൾ എടുത്ത് കഷ്ടപ്പെട്ട് കണ്ടല്ലേ ആറ്റുന്നോട്ടുണ്ടാവുന്ന ഇതെന്തെങ്കിലും ഒരു സാംക്രമിക രോഗം പിടിപെട്ടാൽ മൊത്തവും പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലവും കിട്ടത്തില്ല. അവസാനം കർഷകൻ കണ്ണീരോടെ നിൽക്കേണ്ടി വരുന്ന, കർഷകൻ ആത്മഹത്യ ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാവങ്ങളുടെ കഞ്ചി പാറ്റയിടുന്ന പെരുങ്കള്ളന്മാരോടാണ് ദയവ് ചെയ്ത് പ്ലീസ് ശല്യപ്പെടുത്തരുതേ. നമുക്കൊരു പാവൊക്കെ പറിക്കാമല്ലോ. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. ഇതൊക്കെ പറിക്കാൻ പാവമായി. വിത്തിന് വേണ്ടി നജീബിൻ്റെ പാടശേഖരത്തിൽ കൃഷിയിടത്തിൽ നിന്നുള്ള ഇത് പോട്ടെ, ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ നീളം കണ്ടോ? എൻ്റെ കയ്യിലിരിക്കുമ്പം കണ്ടേ ഇത്രയും നീളമുണ്ട്. ഇപ്പോൾ ഇത് നമ്മളിനി ഉണക്കി അവനെ വിത്തായിട്ടിട്ട് കൊല്ലും. ഇവിടെയും ശരിക്കും ഉണ്ടല്ലോ പറിക്കാനായിട്ടുള്ള. ഇവിടെ പറിക്കാൻ ആയി വരുന്നതേ ഉള്ളൂ. ഇതിലെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. ഇത് തുമ്പി വിത്തിയതാട്ടോ. ഇത് ഈ മരുന്നടിക്കാത്തതുകൊണ്ട് ഈ തുമ്പികളുടെ ശല്യമുണ്ട്. അതേപോലെ ഒരുപാട് പറിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ശരിക്കും ഈ സാംക്രമിക ഈ കൃമികളുടെ തുമ്പികളുടെ ഒരു വലിയ ശല്യം ഉണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ ഇത് തുമ്പികളൊക്കെ വന്ന് കുത്തുമ്പോഴാണ് ഇങ്ങനെ വന്ന് ഈ കളറൊക്കെ വന്നിട്ട് ഇതുപോലെ പേടായിട്ട് ഇതൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ്ട് ഇതൊക്കെ നമുക്ക് പറിച്ച് കളയാതെ പറിച്ച് കളഞ്ഞിട്ട് കിട്ടുന്നത്. നമ്മുടെ രാജേട്ടൻ കുറേ നേരം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു നല്ല ഒരു പാവലിൻ്റെ രാജേട്ടാ ഇന്ന് പറിക്കാറായോ നമുക്ക്? എല്ലാം പറിക്കാറായതല്ലയോ? ഈ ഒരു മൂട് കംപ്ലീറ്റ് നല്ലപോലെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ പറിക്കാറായതല്ലയോ? ഇതിപ്പോൾ നജീബ് കിലോ നമുക്ക് എത്ര രൂപയുണ്ട്? 1 കിലോ പാവയ്ക്ക കിലോ ഇപ്പം 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പം ഹോൾസെയിൽ വില തന്നെയാണ് 100 രൂപ. നമ്മളിതിനിടയ്ക്ക് ചീരയൊക്കെ നട്ടിട്ടുണ്ട്. ചീര കട്ട് ചെയ്തല്ലയോ? നമുക്ക് അങ്ങോട്ട് പോകാം.
അവിടെ നിൽക്കാം. ചീര കട്ട് ചെയ്ത് ഇത് 3/4 ഭാഗം കഴിഞ്ഞു, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇടവേള ആയതുകൊണ്ടല്ലോ, ഇടയ്ക്ക് കുറച്ച് കാടും കയറിയൊക്കെ പോച്ചയൊക്കെ അതൊക്കെ കുറച്ചൊക്കെ കയറും. പോച്ച അരി വീണ് കിടക്കുന്നതല്ലേ. കിടക്കുന്നതാ. ഇത് നമുക്ക് വിളവെടുക്കാറായില്ലയോ? അതെ അതെ. ഇതിപ്പോ ഓടിച്ചോണ്ടിരിക്കുന്ന ചീര ആന്നല്ലയോ? ഇതായിപ്പോ നമ്മൾ അവിടെ കൊടുത്തോണ്ടിരിക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇത് പിഴുതെടുക്കുമല്ലോ, നമ്മൾ ഓടിച്ചെടുക്കുമല്ലോ? ഒടിച്ചെടുക്കും. ചെറുത് ഈ ഉള്ളത് കൊണ്ട് നമുക്ക് ഒടിച്ചെടുക്കാം. ഇത് നമുക്ക് ഈ ഇത് ഏത് ഇനത്തിലെ ചീര? ഇത് അരുൺ എന്ന് പറയുന്ന ഇനത്തിലെ ചീരയായി. ഇത് കണ്ടോ, നമ്മുടെ അരുൺ എന്ന ഇനത്തിലെ ചീര. ഈ ചീരയൊക്കെ നമ്മൾ പറിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ഈ പാത്തിയിലെ വെള്ളത്തിലൊക്കെ മുക്കി കഴുകാറ്. ഇത് ബ്ലാത്താങ്കര ഇനത്തിലെ ചീരയാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ പോയി കഴുകുന്നത്. ഇപ്പം നോക്കാം അതിൻ്റെ ഒരു ഗ്ലേസിങ് നോക്കൂ. ഇത് ബ്ലാത്താങ്കരയില്ലയോ? ഇത് ബ്ലാത്താങ്കര. ഇതെങ്ങനെ ബ്ലാത്താങ്കരയും ഈ ഇത് കളറ്? ഓ അത് ശരി. ഈ ഇതിൻ്റെയൊക്കെ വിത്തിനൊക്കെ എത്ര രൂപയാവും? ഇത് വിത്ത് ഇത് ബ്ലാത്താങ്കരയുടെ വിത്ത് 4000 രൂപയാണ്. 4000 രൂപയോ? 4000 രൂപ. ഇത് 2000 രൂപ. ഓ അത് ശരി. നമുക്കൊരു 4000 രൂപ. രുചിയുള്ളത് നമ്മുടെ ഈ അരുണാണ്. ഇതന്നെ രുചിയുള്ളൂ. ഇത് കളറാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആവുന്നതുകൊണ്ട് രുചിയും കിട്ടും, കളറും കിട്ടും. അത് നല്ല ഉഗ്ര ഐഡിയ ആണല്ലേ. അപ്പോൾ രുചിക്കും കളറിനും ബ്ലാത്താങ്കരയും അരുണും മിക്സ് ചെയ്ത് നമ്മൾ കൃഷി ചെയ്യൂ. അത് നമ്മൾ പാചകം ചെയ്ത് കഴിക്കൂ. നമുക്ക് രുചിയുള്ള കളറുള്ള ചീര നമുക്ക് ലഭിക്കും, അല്ലയോ? ഇതിപ്പോൾ നമ്മൾ എത്ര ദിവസം എടുക്കും ഈ ഒരു ചീര നമ്മൾ കിളിച്ച് കഴിഞ്ഞാൽ 25-28 22 ദിവസം കൊണ്ട് നമുക്ക് പറിക്കാം. എത്ര മാസം വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റും? ഇത് കറക്റ്റ് പറിച്ച് ഒടിച്ചു പോകുന്നത് തന്നെ കണക്ക്. അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് മാസങ്ങളോളം ഒന്നും ചീര കിട്ടത്തില്ല. അല്ല, എന്നാലും നമുക്ക് 2 മാസം 2-3 മാസമൊക്കെ. അല്ല, സീസൺ അതായത് ഡിസംബർ തൊട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ കിട്ടും. ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 4 മാസം കിട്ടും. ഈ 4 മാസം ചീരയുള്ളൂ. എല്ലാ ദിവസം പച്ച ചീര മാത്രമേ കിട്ടത്തുള്ളൂ. ചുവന്ന പുള്ളി അടിച്ചു പോകും. ഓ അങ്ങനെ കൂട്ടല്ലേ? പെട്ടെന്ന് സാങ്കേതിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത. അതെ അതെ അതെ. മഴയായി കഴിഞ്ഞാൽ മഴക്കാലത്ത് ചുമന്നീര കൃഷി വലിയ ബുദ്ധിമുട്ടാണ്. നല്ല ചൂടാ, കൊടും ചൂടാ. ഈ ചൂടിൽ ഈ വെള്ളമൊന്നും പറ്റത്തില്ല. വെള്ളം വറ്റും. കനാലിൽ നിന്ന് വെള്ളം വരുമോ? അല്ല, ആ മുകളിലത്തെ കണ്ടത്തിൽ എപ്പോഴും എനി ടൈം കുളമുണ്ട്. അവിടെ നിന്ന് ഊറ്റുണ്ട്. നമുക്ക് ഊറ്റുണ്ട്. ഓ അതൊരു വലിയ കാര്യമാണല്ലേ. എന്താണ് നിങ്ങൾ ശരിക്കും ഇങ്ങനെ? ഓ കൊള്ളാം, പൊളിച്ച്. നല്ല പാത്രമൊക്കെ ആണല്ലേ വെള്ളം കുറേ. സാധാരണ ഈ പണ്ടത്തെ പഴയ കർഷകരൊക്കെ പാളയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ. പക്ഷെ അതിനകത്ത് ഒരു പാള വെള്ളം ഒരു തേവിയാ. അത് ഒരു നമ്മൾ ശരിക്കും ഒരു 2 തൊട്ടി വെള്ളം പോലും കാണും. പഴയ കർഷകരോടൊപ്പം ഒന്നും നമ്മൾ നിൽക്കാറില്ല. അല്ല, പാളയെ നമ്മളിവിടെ പാളയെ കിട്ടുന്ന സ്ഥലമല്ലയോ? പണ്ടത്തെ കർഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ണിനോട് അത്രയും കൂറ് പുലർത്തി ചെയ്യുന്നത്. നമ്മളും കൂറ് നമ്മൾ പിന്നെ നമുക്ക് ആദായം കിട്ടണമെന്നും പറഞ്ഞ് നമ്മൾ ഒന്നും കൂടെ വാശിയെടുത്തു. പക്ഷെ അവർക്ക് ആദായം മാത്രമല്ല, അവരുടെ ജീവിതവും കൂടെ ആയിരുന്നു. അതായത് രണ്ടും വ്യത്യാസമാണ്. ഇതുപോലുള്ള വിഷരഹിത പച്ചക്കറിയിൽ കൃഷി ചെയ്യുന്ന കർഷക സംഘങ്ങൾ നിങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചാൽ അത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ വിൽപ്പന നടത്തുന്നതിനുള്ള ഒരുപാട് സഹായമാകും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.